പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് രോഗികളെ ശ്രദ്ധിക്കണേ. കർത്താവിന് ഏത് സമയത്ത് വേണമെങ്കിലും നിന്നെ സുഖപ്പെടുത്താൻ കഴിയും. അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടവല്ലേ, എന്തും സംഭവിക്കും. നീ ധൈര്യമായിട്ട് വിശ്വസിക്കുക. നമ്മളിപ്പോഴും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കേട്ടോ. നിങ്ങളുടെ PR, ഇൻ്റർവ്യൂ, ടെസ്റ്റ്, IT, എക്സാം, അതിൻ്റെ ടെൻറ്റേറ്റീവ് മന്ത്, നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന മാസം ഇപ്പോൾ ഓർക്കേണ്ടതാണ്. IELTS, HAD, MOH, അതിൻ്റെയൊക്കെ എല്ലാം ടെൻറ്റേറ്റീവ് എക്സാം, PSC ടെസ്റ്റുകൾ, ആ ടെൻറ്റേറ്റീവ് മന്ത് ഏത് മന്തിലാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ അമ്മയെ കേൾപ്പിക്കുക. ഹോർമോൺ ഇംബാലൻസ് കാരണമാണ് മക്കളില്ലാത്തത്. ആ വിഷയമാണ് ഇപ്പോൾ ഈശോ മാറ്റണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഊടിന് താഴെയുള്ള രോമങ്ങൾ സാധാരണ നമുക്കറിയാം മൃദുല രോമങ്ങളാണ് ഊടിന് താഴെയൊക്കെ സാധാരണ ഉണ്ടെങ്കിൽ വരണത്. ഇതങ്ങനെയല്ല, കമ്പി പോലെ രോമങ്ങളുടെ എണ്ണം കുറവാണ്, ഉണ്ടാകണതെല്ലാം കമ്പി പോലെ ഇരിക്കണം, സ്നാഗ പോലെയുള്ള രോമങ്ങളൊക്കെ വരും. ഹോർമോൺ ഇംബാലൻസ് ആണ്. ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. Lord Jesus, pour out your spirit. Praise the Lord. നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഡേറ്റുകൾ, സ്ഥലം അളവിന് ഡേറ്റ് ഉണ്ട്, സ്ഥലം രജിസ്ട്രേഷൻ ഡേറ്റ്, യാത്രക്ക് ഡേറ്റ്, ആ ഡേറ്റുകളെല്ലാം പരിശുദ്ധ. ഡേറ്റ് എന്ന് പറയുമ്പോൾ തീയതി അപ്പോൾ ഞാൻ ഡേറ്റ് എന്ന് പറഞ്ഞ ഉടനെ മക്കൾ പറയുമ്പോൾ ഈ ഡേറ്റ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കണം നിങ്ങൾ പറയണം. ആ ഡേറ്റ് 31 ഡേറ്റ്. ഇപ്പോൾ ഞാൻ 31 പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഞാൻ പറയുന്നതിന് മുമ്പ് 3 സെക്കൻഡ് മുമ്പ് 31 തെളിഞ്ഞിട്ടുണ്ട്. അത് കർത്താവിന് ഇപ്പോൾ ഞാൻ അച്ഛന് 7 പറഞ്ഞാൽ 7 ആ 31 തെളിഞ്ഞ് അതേസമയം തന്നെ വേറെ ആൾക്കാരുടെ മനസ്സിൽ 7 തെളിയും. 26 ഇങ്ങനെ വ്യത്യസ്തങ്ങളുടെ ഡേറ്റുകൾ 14 ഒക്കെ ഈശോയ്ക്ക് സമർപ്പിക്കുക. അപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന് പറയണം നിങ്ങൾ. നമ്മുടേത് സമയമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പല അടയാളങ്ങളും കാണുന്നത്. ഇപ്പോൾ ഡേറ്റുകൾ നിങ്ങൾക്ക് ഇപ്പോൾ കോടതി കേസുകൾ വിസ്താരം നടക്കുന്ന ഡേറ്റ്, വിധി പറയാൻ സാധ്യതയുള്ള ഡേറ്റുകൾ ഒക്കെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ചില ആൾക്കാർ നാട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ സ്ഥലം എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ വസ്തു ലേലത്തിന് ജപ്തിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഡേറ്റ് കർത്താവ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ഓപ്പറേഷൻ ഡേറ്റുകളാണ്. നമ്മൾ വലിയ ഓപ്പറേഷനും ചെറിയ ഓപ്പറേഷനും പ്രയർ ഒരുപോലെയാണ്. ഒരു കാര്യവും നിസ്സാരമായി കരുതരുത്. പ്രാർത്ഥനയിൽ വിഷയത്തെ കണ്ട് പേടിക്കരുത്. പ്രാർത്ഥനയിൽ ഇപ്പോൾ മുതുകത്തൊരു കുരുവുണ്ട്, അതും കിഡ്നി ഓപ്പറേഷനും ഒരേ പ്രാധാന്യമാണ് പ്രാർത്ഥനയിൽ വേണ്ടത്. കാര്യം രണ്ടിടത്തും കർത്താവ് ഇടപെടേണ്ടതാണ്. അല്ല മറ്റേ ചെറുതല്ലേ, ചെറുതിന് ചെറിയ ഇടപെടൽ, വലിയന് വലിയ ഇടപെടലൊന്നും അങ്ങനെയില്ല. ഈ വിഷയങ്ങളല്ല. ഇനി അച്ഛൻ എന്തെങ്കിലും നിങ്ങൾ പറയണ പോലെ അച്ഛൻ എൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ കർത്താവേ എന്ന് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും ഓർക്കാവുന്നതാണ്. പ്രത്യേകിച്ച് മക്കളുടെ ദുർനടപ്പുകളും മക്കളുടെ ചീത്തബന്ധങ്ങളും.
പെൺപിള്ളേരെ വശീകരിച്ചെടുക്കുന്നതിനെക്കുറിച്ച് പത്രത്തിലൊക്കെ ഇപ്പോൾ ഒത്തിരി ന്യൂസില്ലേ. പെൺമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആഫ്രിക്കയിലൊക്കെ അങ്ങനെ സംഭവിച്ചത്. നഴ്സുമാരാണ് എല്ലാവരും നോക്കണത്. അപ്പോൾ അവരെ പഠിപ്പിച്ചവരും ഇത്രയും നാൾ അവിടെ കുടുംബം വിറ്റൊക്കെയായിരിക്കും പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ കുറുക്കന്മാർ വന്നിട്ട് കോഴിക്കുഞ്ഞിനെ അടിക്കണ പോലെ അടിച്ചു മാറ്റും. അപ്പം നമ്മുടെ പെൺപിള്ളേർക്കാണെങ്കിൽ കുറച്ച് പേർക്ക് അത്രയും ഒരു ബുദ്ധിയില്ല, വികാരം മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ, ബുദ്ധി വർക്ക് ചെയ്യത്തില്ല. അത് കാരണം ആരെങ്കിലും വായി നോക്കികൾ വിളിച്ചാൽ എന്തെങ്കിലും അവൻ്റെ ഇഷ്ടപ്പെട്ട അങ്ങോട്ട് പോകും. അപ്പനെയും മറക്കും, അമ്മനെയും മറക്കും. അപ്പം അതൊക്കെ ജീവിതകാലം മുഴുവൻ കണ്ണീരിലടത്തുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് നിത്യജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം മാതാവിനെ കണ്ടവനാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. എനിക്കും അമ്മയുടെ അൾത്താരയ്ക്ക് ഒരു സാക്ഷ്യം പറയാൻ ഇടയാക്കണമെന്ന് ഈശോനോട് പറ. വിശ്വാസ പ്രമാണം ചെല്ലേ. Lord Jesus, pour out your spirit, touch the fair finger, soak with the precious blood, and with the authority of the Catholic Church, the power of Jesus Christ, with the meritorious humble holy priesthood, I bless and hallow this resurrection, those who say no grace and peace and power. ഉടമ്പടി കാശുരൂപം ഞങ്ങൾ വളരെ വിലയുള്ള കാശുരൂപമാണ് എനിക്ക് തരണത്. അങ്ങനെ തരാൻ കാരണം അതിൻ്റെ കൊളുത്ത് ഒരിക്കലും പോകാതിരിക്കാൻ വേണ്ടിയാണ് അത്രയും നല്ല കാശുരൂപം തരണത്. അത് കൊന്തയിലിടണമെന്നൊന്നും ഞാൻ പറയത്തില്ല, കാര്യം കൊന്ത നിങ്ങളിടയ്ക്ക് മിസ് ചെയ്യും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട്. ഉടമ്പടി കാശുരൂപം മിസ് ചെയ്യാൻ പാടില്ല, അത് പ്രമാണമാണ്. നമ്മൾ ഉടമ്പടി ചെയ്തതിൻ്റെ പ്രമാണം പോലെയാണ് ഉടമ്പടി കാശുരൂപം വർക്കൗട്ട് ചെയ്യണത്. അച്ഛൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. കുറേ ആൾക്കാർക്ക് കുറേ സങ്കടങ്ങളുണ്ട്, അവരെ ഉടമ്പടി കാശുരൂപം ഡാമേജായി പോയ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ആ ഡാമേജ് കാശുരൂപം കളയരുത്, അത് തിരിച്ച് അച്ഛൻ ചോദിക്കും. അപ്പോൾ ഞാൻ പുതിയ ഉടമ്പടി ചെയ്ത കാശുരൂപം നിങ്ങളെ അത് ഡാമേജ് വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ നിങ്ങളെ ഏൽപ്പിക്കേണ്ട ഒരു സമയമുണ്ട്. അതുകൊണ്ട് നഷ്ടപ്പെട്ട ഒടിഞ്ഞു പോയാലൊന്നും അത് കളയരുത്, ഉറഞ്ഞതായാൽ. പക്ഷെ അച്ഛനത് തിരിച്ചേൽപ്പിക്കണം. ഏൽപ്പിക്കുമ്പോൾ അച്ഛൻ പുതിയ ഉടമ്പടിയുടെ ഫ്രഷ് ആയിട്ടുള്ള ഉടമ്പടിയുടെ പക്കാ പ്രാർത്ഥന, എല്ലാവിധ പ്രാർത്ഥനയും ചൊല്ലിയ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന പോലെയുള്ള കാശുരൂപം തരും. നമ്മുടെ ലൈറ്റ് ക്യാൻഡിലില്ലേ, പയർ റിക്വസ്റ്റ് ഓൺലൈനിൽ തിരികെ എത്തിക്കണേ, അതിൻ്റെ പവർ ഏതാ? ജപമാലയുടെ നമ്മൾ ജപമാല എല്ലാ വർഷവും പ്രാർത്ഥിക്കുന്ന ഒരു 1-2 കോടി ജപമാലയുണ്ട് കൃപാസനത്തിന് നിക്ഷേപത്തിൽ. അതിൻ്റെ ആസ്തിയിലാണ് ആ ലൈറ്റ് ക്യാൻഡിൽ വർക്കൗട്ട് ചെയ്യണത്. ആ ആശയം തന്നെ അമ്മ തന്നത് ഇപ്പോഴും ഒരു അത്ഭുതമായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അറിയണില്ലല്ലോ, അവർ ഡയറക്റ്റായിട്ട് ചെയ്യണമല്ലേ അത്. അപ്പം നിങ്ങളുടെ വിദൂരത്തിലുള്ള മക്കളോടൊക്കെ അത് പറയണം. കാര്യം അവർക്ക് പ്രാർത്ഥിക്കാനോ പള്ളിയിൽ പോകാനോ ഒന്നും പറ്റാതിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ ഓർത്ത് വേദനിച്ച ഒരു കാലത്താണ് അമ്മ ഇതെനിക്ക് വെളിപ്പെടുത്തിയത്. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടാത്ത ആളാണ്. ദൈവത്തെക്കുറിച്ച് അറിഞ്ഞാൽ മതി, ബാക്കിയെല്ലാം അറിഞ്ഞോളൂ. സമാപന ആശീർവാദമാണ്. ബാക്കിയുള്ളത് ബ്രദേഴ്സ് പറയും. എല്ലാവരും ജനസ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ ദാവീദിന്റെ പുത്രനായ യേശുവേ ഞങ്ങൾ കനിയണമേ. യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ തോപ്രാങ്കുടിയിൽ നിന്ന് വരുന്നു. സാക്ഷ്യം വൈഫ് പറയും. എൻ്റെ പേര് ഷേർലി ജോർജ്. ഞാൻ 2023 മാർച്ച് 17-ാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത അന്ന് ഇവിടെ കാലുകുത്തി ആ നിമിഷം മുതൽ മാതാവിൻ്റെ ഈശോയിൽ നിന്ന് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ വാങ്ങി തരുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ പറയുന്നത് 30 വർഷമായിട്ട് ഞങ്ങൾക്കൊരു വീടില്ലായിരുന്നു പറഞ്ഞാൽ വാസയോഗ്യമല്ലാത്തൊരു വീടുണ്ട്. അപ്പം ഞങ്ങൾക്ക് മാതാവ് ചെയ്തതൊരു അനുഗ്രഹത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഞാൻ സെപ്റ്റംബർ 13-ാം തീയതി രാവിലെ ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ വീടില്ലല്ലോ. അപ്പം ഞങ്ങളിവിടെ കുറേ ആളുകളെ 500 പേരെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം വരുന്ന നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ കൂടി. അപ്പോൾ ഇവരെല്ലാം വണ്ടിയെ കയറുമ്പോൾ എന്നോട് പറയും, നിൻ്റെ വീട് കണ്ടിട്ട് ഞങ്ങൾക്ക് സങ്കടം വരുന്നുണ്ടെന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കും ഒരു വിഷമമുണ്ട്. അപ്പം ഞാനിങ്ങനെ ഈ 13-ാം തീയതി അമ്മയോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾക്കും ഒരു വീട് തരണേ എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം സെപ്റ്റംബർ 14-ാം തീയതി ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പം എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുവാണ്, തൊട്ടടുത്ത് കിടക്കുന്ന വീട് സ്ഥലവും വിൽക്കാനിട്ടിരിക്കുക, നിനക്കത് വാങ്ങിക്കാൻ പറ്റും, ലോണും ഉണ്ട്, നീ അത് നോക്കാൻ. പെട്ടെന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല, എന്താ ഇങ്ങനെയെന്ന് ഓർത്തിട്ട്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും തന്നെ അപ്പം തന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഉച്ച സമയത്ത് ഒരു ബ്രോക്കർ വന്നിട്ട് പറയുന്നത്. അപ്പം ഞങ്ങളൊരു വീട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എവിടെയെങ്കിലും. എന്നൊരു ബ്രോക്കർ വന്നിട്ട് പറഞ്ഞു, തൊട്ടടുത്ത് നമ്മുടെ മുറ്റത്തോട് ചേർന്ന് കിടക്കുന്ന, അത് കണ്ടാലേ അറിയത്തുള്ളൂ മാതാവ് നമ്മളെ എത്ര അനുഗ്രഹിച്ചെന്നുള്ളത്. അപ്പം ആ വീടിങ്ങനെ കൊടുക്കാനിരിക്കുക, നിങ്ങൾ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഇത്രയൊക്കെ വില പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് അതിനുള്ള പൈസയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ബാങ്കിലൊന്ന് പോയി നോക്കാം, ബാങ്കിൽ പോയി നോക്കുമ്പോൾ അറിയാമല്ലോ ലോണ് കിട്ടുമോ ഇല്ലയോ എന്നറിയാവുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ 2 പേരും കൂടെ SBI പോയി ലോണിൻ്റെ ചോദിച്ചു. പട്ടയമുള്ള സ്ഥലമാണ്, വാങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ അവർ പറഞ്ഞു ലോണ് തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ അടുത്ത ദിവസം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സുമായിട്ട് എല്ലാം ചെന്നു. അവരെല്ലാം കണ്ട് തൃപ്തിപ്പെട്ടിട്ട് പറഞ്ഞു ലോണ് തരാം, ഓക്കെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതെല്ലാം ശരിയാക്കി കൊടുത്തിട്ട് ഞങ്ങൾ പോകുന്നു. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം അടുത്ത ഇത് വിളിക്കുന്നു, ഈ ആധാരത്തിൻ്റെ ഒരു കോപ്പി ഇല്ല എന്നും പറഞ്ഞു. വക്കീലിൻ്റെ അടുത്തൊക്കെ ചെന്നപ്പോഴും ഒരു പ്രശ്നമില്ല. മാനേജർ വന്ന് നോക്കി, എല്ലാവരും നോക്കി, അന്നേരം ഒന്നും ഒരു കുഴപ്പമില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറയുവാണ് പിന്നെ എന്നെ ചെന്ന്. ഏതായാലും പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇതുപോലെ ഏത് സമയത്തും ഞാൻ പ്രാർത്ഥിക്കുമ്പം വിശുദ്ധ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. എപ്പോഴും കുരിശോട് കൂടിയാണ്, കുരിശാണ്, അങ്ങനെയാണ് എൻ്റെ ഒരു ചിന്ത തന്നെ. ഇപ്പോൾ രാവിലെ ഞാൻ ഈ ആധാരം എടുത്തോണ്ടെടുത്ത് അതേലിങ്ങനെ നമുക്കതിൻ്റെ കോപ്പി ഇരിപ്പുണ്ട്. ആ കോപ്പിയിലിങ്ങനെ വിശുദ്ധ തൈലം വെച്ച് 4 സൈഡിലും കുരിശ് വരച്ചു, ഉപ്പും 4 സൈഡിലും വെച്ചു. മാതാവിൻ്റെ ഒരു ചെറിയ കാശുരൂപം വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മയുടെ മോൻ അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ബാങ്കുകാർ തന്നെ പറഞ്ഞു, ഇത് എഴുതിയിരിക്കുന്നത് മീനച്ചിൽ താലൂക്കിൽ നിന്നാണ്, നിങ്ങൾ അവിടെ പോയി എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കുറച്ച് പേരോട് അന്വേഷിച്ച് കഴിഞ്ഞപ്പം ഇത് കിട്ടാനൊരു സാധ്യതയൊന്നും ഉള്ളതൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് അമ്മയും തിരുക്കുവാരനും അല്ലേ ശരണമായിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ ഇത് അമ്മ തന്നെ ചെയ്തു തരണം, അമ്മയുടെ മോൻ അസാധ്യമായിട്ട് ഒന്നുമില്ല, അത് പലതവണ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവളും ഞാൻ, അതുകൊണ്ട് അമ്മ തന്നെ ഇത് ചെയ്തു തരണേന്ന് പറഞ്ഞു. ഒക്ടോബർ 12-ാം തീയതി ഒരു 2 മണി സമയമായപ്പം എൻ്റെ ജീവിത പങ്കാളിയുടെ മനസ്സിലോട്ട് ഇങ്ങനെ തോന്നുക, ആ ഇരിക്കുന്ന ആധാരമെല്ലാം അപ്പം ബാങ്കിൽ നിന്ന് അതെല്ലാം നമുക്ക് തിരിച്ച് തന്നു വിട്ടു, നിങ്ങളിത് പോയി മീനാച്ചി താലിക്ക് പോയി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ ഇതെടുത്ത് വെച്ചിട്ട് ശാന്തമായിട്ട് നോക്കി. ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഒരു 2:30 ആയപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. ഞാനത് നോക്കിയപ്പം ഭയങ്കര സന്തോഷത്തോടെ എന്നെ വിളിച്ചിട്ട് പറയുക, ആ ആധാരത്തിൻ്റെ കോപ്പി അതിനകത്ത് തന്നെയുണ്ടെന്ന്. കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ സന്തോഷം നമുക്ക് പറയാൻ അറിയത്തില്ല. കാരണം ഇത് ഒരിക്കലും കിട്ടുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ അവിടുന്ന് ഓടി വന്ന്, ഞങ്ങൾ സംഘത്തിന് പോയതാണ്, അവിടുന്ന് ഓടി വന്ന് അവിടെ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്കൊരു ജപമാല ചൊല്ലിയിട്ട് ആയിക്കോട്ടെ നോക്കുന്നതെന്ന്. ഒരു ജപമാലയും ചൊല്ലി കരുണക്കൊന്തയും തിരുകുടത്തേക്കൊന്തയും ചൊല്ലിയിട്ട് നോക്കിയപ്പം അതിനകത്തിരിക്കുക. അപ്പോഴത്തേനും അയലോക്കത്തുള്ളവരെല്ലാം ഓടി വന്ന്, ഈ സ്ഥലം തരുന്ന ആളുകൾ വരെ വന്നിട്ട് പറഞ്ഞു, ഇത് എന്തോ ഒരു അത്ഭുതമായത്. കാരണം എല്ലാവരും തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് നോക്കിക്കൊണ്ടിരുന്ന സാധനമാണ് കിട്ടിയത്. പിറ്റേ ദിവസം ഞങ്ങൾ ബാങ്കിൽ ചെന്നപ്പം അവരും പറഞ്ഞു, ഇതൊരു ഭയങ്കര അത്ഭുതമാണെന്ന് പറഞ്ഞു.
അത് അങ്ങനെ തീർന്നു കഴിഞ്ഞിരുന്നപ്പോഴാണ് പിന്നെ അടുത്തത് വരുന്നത്. സിവിൽ സ്കോർ കുറവാണ് ഞങ്ങൾക്ക്. അതിനും ഞാൻ ഈ ഉടമ്പടി ഇത് തന്നെ ചെയ്തു, അമ്മയുടെ ഇതെടുത്ത് വെച്ചിട്ട്. അപ്പം ഞാൻ വിട്ടു പറയാൻ ഒരു കാര്യം, ഞാൻ ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ ആൾക്കാരെ ഞാൻ പറയുന്നത്. അത് ആദ്യമേ പറയണമെന്ന് ഓർത്തു പെട്ടെന്നത് പറഞ്ഞില്ല. അതും ഇതുപോലെ തന്നെ ആധാരം എടുത്ത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഈ ഒക്ടോബർ 19 അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് അച്ഛൻ പറയുക, നാളെ നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചോ. പെരയ്ക്ക് വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ തൊഴുത്ത് പണിയുന്നവരാണെങ്കിൽ അങ്ങനെ തൊഴുത്തിൻ്റെ അടുത്ത് പോയി നിന്നോ അല്ലേ അവിടെ നിന്നോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേന് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം നമുക്കൊരു കച്ചിത്തുരുമ്പാണ് കിട്ടിയിരിക്കുന്നത് തമ്പുരാൻ്റെ കയ്യിൽ നിന്നുള്ളത്. പിറ്റേ ദിവസം രാവിലെ എടുത്ത് വെച്ച് പിന്നെ പിറ്റേ ദിവസമാകാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുക ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്. രാവിലെ ഇതുപോലെ തന്നെ ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് കുരിശ് തൈലം തൊട്ട് 4 സൈഡിൽ ഞാൻ കുരിശ് വരച്ചു, 4 സൈഡിൽ ഉപ്പും വെച്ചു, ഒരു കാശ് രൂപം അതിനകത്ത് വെച്ചു. എന്നിട്ട് ഞാനിതിങ്ങനെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. അമ്മേ, സിവിൽ സ്കോർ അമ്മയ്ക്ക് അസാധ്യമായിട്ടും അല്ല, അമ്മയുടെ തിരുക്കും മോൻ എന്നെ അസാധ്യമായിട്ടുള്ളത് ഒത്തിരി അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. അതുകൊണ്ട് ഇതിനു മുമ്പും ഈ കഴിഞ്ഞ ആഴ്ചയും ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് തന്നാൽ ഇതും കൂടി ചെയ്തു തരണം എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു. എന്നതാണെങ്കിലും 2-3 പിറ്റേ അത് കഴിഞ്ഞ് ആ തിങ്കളാഴ്ച പോയി ചൊവ്വാഴ്ചത്തെ ആരാധന കഴിഞ്ഞപ്പോൾ ബാങ്ക് മാനേജർ വീട്ടിൽ വന്ന് നിൽക്കുക, വീട് കാണാൻ വന്നതെന്നും പറഞ്ഞ്. അപ്പം എനിക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും ചൊവ്വാഴ്ച ദിവസമാണ് കിട്ടുന്നതെല്ലാം. പിന്നെ അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ അന്താളിച്ച് നിൽക്കുക, കാരണം സിവിൽ സ്കോർ ഇല്ല, ലോണ് കിട്ടുകയില്ല, ലോണ് തള്ളിപ്പോകുമെന്ന് പറഞ്ഞതാണ്. എന്നാണെങ്കിലും അവർ വന്നു പോയി, ലോണ് കിട്ടി. ഞാൻ ഒത്തിരി ഒന്നും വരുത്തിക്കുന്നില്ല, കാരണം ഇത് എല്ലാവർക്കും സാക്ഷ്യം പറയാനുള്ളതല്ലേ. അതിലും ആ ലോൺ അനുവദിച്ച് ഞാൻ അപ്പോഴും അമ്മയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അമ്മയെ ഒക്ടോബർ 25 മുമ്പ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണേ. അപ്പോൾ എൻ്റെ പിള്ളേരൊക്കെ വിളിക്കുമ്പോൾ പറയും, അമ്മ 3-ാം വർഷമല്ലേ നടക്കാൻ പോകുന്നത്, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മയ്ക്ക് അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുമെന്ന് പറഞ്ഞു. ഒക്ടോബർ 25 ആയില്ല, അതിന് മുമ്പേ തന്നെ ലോണും അനുവദിച്ചു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, അമ്മേ എനിക്കൊരു ലോൺ എന്ന് കിട്ടിയാലും കുഴപ്പമില്ല, ഇതിൻ്റെ ഒരു അടയാളം കിട്ടിയച്ചമ്മ. പക്ഷേ അടയാളമല്ല തന്നത്, ലോണ് 30 ലക്ഷം രൂപ അനുവദിച്ചു. അത് അവരുടെ കയ്യിലും കൊടുത്തു, ആധാരം ചെയ്തു. ഇന്നലെയാണ് ആധാരം ചെയ്ത് മാറിയത്. പിന്നെ ഞാൻ പറഞ്ഞു, നമുക്കേതായാലും എന്നതായാലും വേണ്ടില്ല, അമ്മയുടെ ഇത് കൊടുത്തു പോയി നന്ദി പറഞ്ഞതിന് ശേഷം മതി ബാക്കി എന്ത് കാര്യം ചെയ്യുന്നെന്ന് പറഞ്ഞു. ഇന്നലെ ഞങ്ങളൊരു അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, അമ്മേ മഴക്കാലമൊക്കെയാണ്, ഞങ്ങൾ പോകുന്ന വണ്ടി ഇനി അടുത്ത 8-ാം തീയതിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ആളുകളെയും കൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അതിന് മുമ്പായിട്ട് സാക്ഷ്യം പറയണം, എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം ഒരു മുഖം എൻ്റെ മനസ്സിലേക്ക് കാണിച്ചു തന്നു. അപ്പം തന്നെ ആ സഹോദരനെ വിളിച്ചു, സഹോദരൻ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ 12 മണിക്ക് അവിടെ നിന്ന് പോകുന്നതാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഈ ബാങ്കിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അവർ പറഞ്ഞു ഇത് എന്തൊരു അത്ഭുതമായി നടക്കുന്നതെന്നായി ചോദിക്കുന്നത്. കാരണം ഞങ്ങളുടെ അഡ്വക്കേറ്റ് ആണെങ്കിൽ ഭയങ്കര ദേഷ്യമുള്ള ഒരാളായി, നോട്ടറി വക്കീൽ. അവിടെ ചെന്നപ്പോൾ ആണെങ്കിലും ഞാൻ ശകലം ഉപ്പെടുത്തുകൊണ്ട് പോയി വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് കൊന്തയും കൈ പിടിച്ചുകൊണ്ട് ചെന്നിട്ട് ആ ഇരിക്കുന്ന ചെയറിൻ്റെ സൈഡിലും നമ്മുടെ പരിശുദ്ധ അമ്മ എങ്ങനെ നമ്മളോട് ഇടപെടുന്നോ അതുപോലെയാണ് നമ്മളോട് ഇടപെടുന്ന ഓരോരുത്തരും. അമ്മയും തിരുക്കുമാരനും നമ്മുടെ കൂട്ടത്തിലുണ്ട്, പിന്നെ നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ എപ്പോഴും അമ്മയുടെ ഈ വീടും പെരയുവാണെങ്കിൽ പോലും ഒരു 30 വർഷം മുമ്പ് നമ്മളോട് സെൻറ്റിന് 3000 വെച്ച് മേടിച്ചോളാൻ പറഞ്ഞ ഒരു സ്ഥലവും പെരയാ. ഈ പെര പണിതതെല്ലാം നമ്മുടെ കണ്ണിലാണ് കണ്ടത്. നമ്മളത് കയറി കാണാനൊന്നും പോയിട്ടില്ല. 3 ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞ വീടിന് 4 ബെഡ്റൂമും എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു വാർക്ക വീടാണ് അമ്മ തന്നെ ഈശോയിൽ നിന്ന് വാങ്ങിച്ച് തന്നത്. അത്രയേറെ അനുഗ്രഹം അമ്മ ചെയ്തു തരുന്നു. പിന്നെ ഞങ്ങൾ 2 പേരും കൂടിയാണ് കാരുണ്യപ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്. പുള്ളിക്കാരൻ ഞങ്ങളും കൂടെ കൂടിക്കൊണ്ടൊരു 500 പേരുടെ അടുത്ത് കൊണ്ടുവന്ന് നമ്മൾ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് നോക്കി നമ്മൾ വിളിച്ച് ചോദിച്ച് പുതുക്കാൻ പോകണ്ടേ, വരുന്നില്ലേ, അങ്ങനെയെല്ലാം ചോദിച്ച് ചെയ്യുന്നു. ഒരു 2000 പേരുടെ അടുത്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ പത്രം ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയാൽ ഞങ്ങൾ ചെയ്യുന്നതെന്നാന്ന് വെച്ചാൽ ഞങ്ങൾ 2 പേരും കൂടെ സ്കൂട്ടിയെ കയറി പോവും. നമ്മുടെ അനുഗ്രഹങ്ങളും പറഞ്ഞ് ഓരോ വീടുകളിലും കയറി ഇറങ്ങിയാണ് കൊടുക്കുക. അത് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ വരുമ്പോൾ ചിലപ്പം രാത്രി 8 മണിയൊക്കെ ആവും രാവിലെ ഇറങ്ങുന്ന. എന്നാലും ഒരു മടുപ്പോ ക്ഷീണമൊന്നുമില്ല. നമ്മളിതെല്ലാം ചെയ്തേച്ച് വരുമ്പോഴത്തേനും നമുക്കൊരനുഗ്രഹം ദൈവം അവിടെ കരുതി വച്ചിരിക്കുക. അതുപോലെ അനുഗ്രഹങ്ങളാണ് ഇങ്ങനെ തരുന്നത്. ഈ പത്രം പിന്നെ എല്ലാ മാസവും ഇവിടുന്ന് പത്രം മേടിച്ചു കൊണ്ടുവന്ന് ഞാൻ ഓരോരുത്തർ പറഞ്ഞു വിടുമ്പോഴൊക്കെ പത്രം മേടിച്ച് 5-6 കെട്ടുകൊണ്ടേ കൊടുക്കും. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തൊരു 10-24 അപ്പച്ചന്മാരുള്ള ഒരു സ്നേഹഭവനുണ്ട്. അവിടെ പോകും. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും
മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ചും മേടിച്ച് കൊണ്ടു കൊടുക്കും, നമ്മളായിട്ടും കൊടുക്കും, അങ്ങനെ എല്ലാം കൊടുക്കുന്നു. ഒത്തിരി അനുഗ്രഹങ്ങൾ നല്ല പറയേണ്ടത്. ഇത് എന്നാ പറയുന്നത്, ഒരു പൂവ് ചോദിക്കുമ്പോൾ ഒരു പൂന്തോട്ടം തന്നെയാണ് നമുക്കിങ്ങനെ തരുന്നത്. അത്രയേറെ അനുഗ്രഹങ്ങളാണ് ചെയ്തു തരുന്നത്. ഇതിനെങ്ങനെ നന്ദി പറയേണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ അച്ഛൻ പറയുന്ന പോലെ ഞാൻ ഏത് പ്രാർത്ഥന ചെല്ലുന്നതിന് മുമ്പ് ഞാൻ ഈശോയുടെ ഒരു വാക്ക് പറയും, ഈശോയെ ഞാൻ ഈ ചോദിക്കുകയോ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊറുക്കണേ എന്ന് പറഞ്ഞേച്ചാൽ ഞാൻ ഏത് കാര്യവും ചോദിക്കുള്ളൂ. കാരണം എനിക്ക് പഠിത്തമോ വിവരമോ ബോധമോ അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞിട്ടേ ചെയ്യൂ. എന്ത് കാര്യമാണേലും ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഉള്ളിൽ നിന്നത് പറഞ്ഞു തരുക. പൈസയ്ക്കൊക്കെ വിഷമം വന്ന് ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ മുഖങ്ങളിങ്ങനെ ഓരോ മനുഷ്യരെ കാണിച്ചു തരും. ചോദിക്കാൻ പോലും ഇടവരുത്താതെ കൊണ്ടിട്ടാണ് ദൈവം നമുക്ക് കൊണ്ടുനിങ്ങനെ വരുന്നതിന്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കോടിയൊന്നും പറഞ്ഞാൽ പോരാ, അത്രയേറെ അനുഗ്രഹം ചെയ്തു തരുന്നു. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ മേരി, SMA കോൺഗ്രിഗേഷൻ ചെന്നൈയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2024 ജൂലൈ 18 അന്ന് ഇവിടെ ഉടമ്പടി പത്രത്തിൽ വെച്ച എല്ലാ ഔദ്യോഗിക കാര്യങ്ങളും പരിശുദ്ധ അമ്മ അത് നടത്തി തരികയുണ്ടായി. അതിന് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് എനിക്ക് പരിശുദ്ധ അമ്മ തിരുക്കുമാരനും ചെയ്തു കൊടുത്ത രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. എൻ്റെ കാലിൽ വേരിക്കോസ്, അതിൻ്റെ ഫലമായിട്ട് എനിക്ക് നടക്കുവാനോ നിൽക്കുവാനോ അധികം നേരം നിന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനോ ഒന്നും പറ്റില്ലാത്തൊരവസ്ഥയായിരുന്നു. ഉടമ്പടി എടുത്തതിലിരുന്ന് എന്നും എൻ്റെ മനസ്സിലൊരു പ്രചോദനം നൽകും. അമ്മയുടെ തൈലവും ഉപ്പും എടുത്ത് കാലിൽ പുരട്ടി പ്രാർത്ഥിക്കുന്നു. ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആ വേരിക്കോസ് പരിപൂർണമായിട്ട് സൗഖ്യം നൽകി. ഇപ്പോൾ എത്ര മണിക്കൂർ വേണേലും നടക്കാം, നിൽക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. യാതൊരു തടസ്സങ്ങളുമില്ലാതെ പരിശുദ്ധ അമ്മ എന്നെ സൗഖ്യപ്പെടുത്തിയതിന് ഞാൻ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് ഏകദേശം 35 കാലത്തോളം തലവേദന അനുഭവിച്ചിരുന്ന എൻ്റെ മൂക്കിൽ കൂടി ഒരു ദ്രാവകം വരും, അതിന് ഭയങ്കര സ്മെല്ലാണ്. അത് വന്നു കഴിയുമ്പോഴത്തേന് യൂസ് ചെയ്യുന്ന കർച്ചീഫ് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ക്ലാസ്സിലൊന്ന് തുമ്മിക്കഴിഞ്ഞാൽ ക്ലാസ് എടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. അപ്പം ഒരു ദിവസം ഭയങ്കര തലവേദന എടുത്ത് പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എങ്ങനെയോ ഉറങ്ങിപ്പോയപ്പം മാതാവ് കറക്റ്റാണ് എൻ്റെ അടുക്ക വന്നേ. മാതാവ് ഈ രൂപത്തിലാണ് വന്നത്. ഒരു പച്ച കളറ് പരിശുദ്ധ അമ്മയും ഉണ്ണീശോയും ഉണ്ട്. അമ്മ ഇങ്ങനെ കരനീട്ടി ലൈറ്റാണ്, ഭയങ്കര പ്രകാശമാണ്. ആ പ്രകാശം എൻ്റെ തലയും മൂക്കും കണ്ണും എല്ലാം തുടച്ചപ്പോഴത്തേന് ഞാൻ ചാടി എഴുന്നേക്കണം. അയ്യോ പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞ്. അപ്പം നോക്കുമ്പോൾ ഉണ്ണീശോയും ഉണ്ട്. കളറ് പച്ച കളറിലായിരിക്കണം. പെട്ടെന്ന് 3 സെക്കൻഡ് തന്നെ ഉടനെ തന്നെ എൻ്റെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് വെച്ചേ. അപ്പം ഞാൻ തീരുമാനം എടുത്ത് ഇത് ഞാൻ തീർച്ചയായിട്ടും ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യപ്പെടുത്തുമെന്ന്. അങ്ങനെ പരിശുദ്ധ അമ്മ ഈ രോഗത്തിൽ നിന്ന് എന്നെ പരിപൂർണമായിട്ട് സൗഖ്യപ്പെടുത്തി നല്ല സൗഖ്യത്തോടു കൂടി പരിശുദ്ധ അമ്മയുടെ മുൻപിൽ നിൽക്കാനുള്ള കൃപ എനിക്ക് നൽകിയതിന് നന്ദി പറയുന്നു. ഒപ്പം എനിക്ക് സ്വപ്ന ദർശനം, ഇങ്ങനെ ഞാനിവിടെ ഈ കൃപാസനത്തിന് ഫ്രണ്ടിൽ നിൽക്കുകയാണ്, വലിയൊരു ലാഡർ ഇങ്ങനെ എൻ്റെ മുമ്പിലേക്ക് വന്നിറങ്ങുക. അതിൻ്റെ മുകളിലിരുന്ന് ധാരാളം മാലാഖമാർ താഴെ നിന്നും കയറിപ്പോകുന്നു. അതിന് പരിശുദ്ധ അമ്മ ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിൽ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ഈ 5 മണിയുടെ പ്രാർത്ഥന, അതുപോലെ ഡെയിലി ബ്രെഡ് ധ്യാനം, അച്ഛൻ കൊടുക്കുന്ന ധ്യാനം, ഇതെല്ലാം പങ്കെടുക്കുകയും പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. കുറഞ്ഞത് ഞാൻ 12 ജപമാല വൈദികർക്കും സന്യസ്തർക്കും മാതാവ് ഓരോ ദിവസം പറയും, ഇന്ന ദിവസം നീ ഇന്ന കാര്യങ്ങൾക്കാകെ പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പറയും, മേരി നീ ഇന്ന പ്രാർത്ഥനയ്ക്കാണ് ചെയ്യേണ്ടത് എന്നോട് പറയും. അതുപോലെ ആ പ്രാർത്ഥനകളെല്ലാം ഞാൻ കൃത്യതയോടെ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. രാവിലെ 8:30 നൈറ്റ് 8 മണി വരെ
ദിവ്യ നറുക്കരണ ആരാധന നടത്താനും ദൈവം എനിക്ക് കൃപ നൽകി അനുഗ്രഹിച്ചു. അതുപോലെ ഞാൻ ഈ കൃപാസന പത്രത്തിൻ്റെ പേപ്പർ, അത് വളരെയേറെ അത്ഭുതം നിറഞ്ഞ പേപ്പറാണ്, സൗഖ്യമുള്ള പേപ്പറാണ്. അത് ഞാനിങ്ങനെ ചെന്നൈയിലിങ്ങനെ കൊണ്ടു നടന്ന് എല്ലാ മക്കൾക്കും, ഞാൻ പോണത് ക്യാൻസർ പേഷ്യൻ്റ് രോഗികളായിട്ട് തളർവാദം പിടിച്ച് കിടക്കണം, അങ്ങനെ നടക്കാൻ പറ്റില്ലാത്തവരുടെ അടുത്ത് ഹോസ്പിറ്റലുകളിൽ പോയി പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുമ്പോഴത്തേന് അവർക്ക് അതിനുള്ള സൗഖ്യവും സമാധാനം കൊടുത്തിട്ടുണ്ട്. ഒത്തിരിയേറെ പേര് അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് വന്ന് ഉടമ്പടി എടുക്കാനും പരിശുദ്ധ അമ്മ കൃപ ചെയ്തിട്ടുണ്ട്. അമ്മയെ നേരിട്ട് വന്ന് കാണണമെന്ന് പറഞ്ഞ് ഒരേ ഒരു ആൾക്ക് മാത്രം കാണാൻ പറ്റിയില്ല. കാരണം എന്നാ പരിശുദ്ധ അമ്മയുടെ തൈലം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മകൾ ശക്തി പ്രാപിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്ത്. അവളെ കൂട്ടിക്കൊണ്ട് പോകരുതെന്ന് അമ്മ മാതാവ് എന്നോട് പറഞ്ഞ്. അത് കഴിഞ്ഞ് വീണ്ടും പരിശുദ്ധ അമ്മയുടെ അടുക്കി ചെന്ന് ഈ കുർബാന കൊടുത്തിട്ടേ ഇരുന്നപ്പോഴത്തേന് പരിശുദ്ധ അമ്മ ആ മകളെ സുഖപ്പെടുത്തുന്നതിന് പകരമായിട്ട് അമ്മ കൊടുത്തൊരു സന്ദേശം എന്നാ, ആ മകൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള ആ മേരി, നീ ആ മകളെ കൂട്ടിക്കൊണ്ട് കേരളത്തിൽ പോകരുത്. അത് പറഞ്ഞ് 3-ാം ദിവസം ആ മകൾ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്തു. ഇങ്ങനെ പലവിധ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ പരിശുദ്ധമായ പേപ്പറിലൂടെയും ഈ ഉടമ്പടി പ്രാർത്ഥന ചെയ്യുന്നതിലൂടെയും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടിട്ടുണ്ട്. ഓരോ ആദ്യ വെള്ളിയാഴ്ചകളിൽ രോഗികളെ സന്ദർശിച്ച് പരിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ അത് ഈശോ തന്നെ കൊടുക്കുന്ന ഒരനുഭവം, പരിശുദ്ധ അമ്മ കൂടെ നിൽക്കുന്ന കാഴ്ച കാണാനും പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ച വലിയ കൃപയ്ക്ക് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഇന്നും എന്നെ പൂർണ്ണമായി ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുക. മാതാ പറഞ്ഞു, മോളെ നീ എൻ്റേതാണ്, നീ എൻ്റെ പൂർണ്ണമായി എൻ്റേതാണ്. അതുകൊണ്ട് ഐ ആം വെരി ഹാപ്പി ടു ഓഫർ സറണ്ടർ മൈസെൽഫ് fully in front of our blessed Mother Mary and Jesus. Thank you so much. Thank you, Mother Mary.